ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹോ. ഐസിയുവിൽ നിന്നും ഇടനാഴിയിലൂടെ നേരെ പോയാൽ എത്തിച്ചേരുക വിശാലമായ വെയിറ്റിംഗ് റൂമിലാണ്. ടിവിയും മിനി കൂൾ ബാറും ഒക്കെയുള്ള അവിടെ ഇളം നീല നിറത്തിലുള്ള കുഷൻ കസേരകൾ നിരത്തിയിട്ടിട്ടുണ്ട്. അതിലൊന്നിൽ ഇരിക്കുകയായിരുന്നു അവൾ, ജിസ്ന. ജാലകത്തിനരികെ മേൽക്കൂരപ്പക്കത്തിലുള്ള വീതിയേറിയ ആ ചില്ലുജാലകത്തിലൂടെ നോക്കിയാൽ പാർക്കിംഗ് ഏരിയയും അതിനപ്പുറമുള്ള തടാകവും കാണാം. ഉയർന്ന നിലകളിലെ ഇത്തരം ജാലകങ്ങളിലൂടെ നോക്കിയാൽ ആകാശവും മേഘങ്ങളും ഒക്കെ തൊട്ടടുത്താണെന്ന് തോന്നും. ടിവിയിലെ വാർത്താ പരിപാടികളിലേക്ക് കണ്ണു നട്ട് ഒരു പ്രതിമ പോലെ ഇരിക്കുകയാണവൾ. പുറമേ നിന്ന് നോക്കുമ്പോൾ ടിവി കാണുകയാണെങ്കിലും യഥാർത്ഥത്തിൽ അവൾ ഒന്നും കാണുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നി. ടെൻഷൻ അത്രമേൽ അവളെ കീഴ്പ്പെടുത്തിയിരിക്കാം. എനിക്ക് അവളോട് അലിവും സഹതാപവും തോന്നാൻ തുടങ്ങി. 17 വർഷങ്ങൾക്കിപ്പുറം അവളോടുള്ള ക്രോധം അനുകമ്പയ്ക്ക് വഴിമാറുകയാണോ എന്ന് ഞാൻ സ്വയം ചോദിച്ചു. കാരണം അതെന്റെ രീതിയല്ല. ഒരുപക്ഷെ സാഹചര്യത്തിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം അതെന്ന് ഞാൻ ചിന്തിച്ചു. അല്ലെങ്കിൽ 17കാരനിൽ നിന്നും 34കാരനായപ്പോൾ സിദ്ധിച്ച പക്വതയുടെ ഫലമാകാം. ഞാൻ കൂൾബാറിൽ നിന്നും ഒരു ബോട്ടിൽ പെപ്സി വാങ്ങി അവളുടെ അടുത്തേക്ക് ചെന്നു. എന്നെ കണ്ടപ്പോൾ അവളുടെ മുഖമൊന്ന് വിളറി. ഞാൻ പുഞ്ചിരിച്ചു. എനിക്കതിന് കഴിഞ്ഞു. എന്നാൽ അവൾ ചിരിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു. കരഞ്ഞു കലങ്ങി തളർന്ന കണ്ണുകൾ അവൾ എന്റെ മുഖത്തു നിന്നും പിൻവലിച്ചു. ഞാൻ സ്നേഹത്തോടെ പെപ്സി അവൾക്ക് നേരെ നീട്ടി. എന്റെ മുഖത്തു നോക്കാതെ തെല്ലൊരു സങ്കേചത്തോടെ അവൾ അത് വാങ്ങി. പിന്നെ ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. നല്ല ദാഹമുണ്ടായിരുന്നു, താങ്ക്സ് ഡാ. ടവൽ എടുത്ത് ചുണ്ടു തുടച്ചുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞു. ശേഷം എഴുന്നേറ്റ് പോയി കാലി ബോട്ടിൽ ഡേസ്റ്റ് ബിന്നിൽ ഇട്ട് മടങ്ങി വന്നു. അല്ലെങ്കിലും പണ്ടേ നീ ഇങ്ങനെയാണ്. മറ്റുള്ളവർക്ക് എന്താണ് വേണ്ടതെന്ന് അവർ പറയാതെ തന്നെ നീ മനസ്സിലാക്കും, അവൾ പറഞ്ഞു. ചിരിയോടെ ഞാൻ അവൾക്ക് അടുത്തിരുന്ന് പറഞ്ഞു. ശരിയാണ്, എനിക്കങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു? എല്ലാവർക്കും എന്റെ ദൂഷ്യത്തിലും ദോഷത്തിലുമൊക്കെയാണ് കണ്ണ്. ഞാൻ ഈ പറഞ്ഞത് എത്രത്തോളം അവൾക്ക് സ്വീകാര്യമായി എന്ന് എനിക്കറിയില്ല. അവൾക്ക് നേരെ ഞാനൊരു ഒളിയമ്പ് ചെയ്തു എന്ന് ചിന്തിക്കാം. എന്തായാലും കുറച്ചു നേരത്തേക്ക് അവളൊന്നും മിണ്ടിയില്ല. വെയിറ്റിംഗ് റൂമിന് മുന്നിലൂടെ ഒരു സ്ട്രക്ചർ കടന്നുപോയി. മൃതശരീരമാണ് അതിൽ. മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇത് കണ്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയും ഭയവും നോവും നിറയുന്നത് ഞാൻ കണ്ടു. എനിക്കും പിള്ളേർക്കും നസീം മാത്രമേ ഉള്ളൂ. അവനാണെങ്കിൽ അപകടനില പോലും തരണം ചെയ്തിട്ടില്ല. അവൾ ഒരു തേങ്ങൽ എന്ന പോലെ പറഞ്ഞു. അവനൊന്നും സംഭവിക്കില്ലടി, നീ സമാധാനമായിരിക്കെ. നിങ്ങളുടെ പ്രണയം സത്യമുള്ളതും സ്നേഹമുള്ളതുമാണ്. അപ്പോൾ അത് നിലനിൽക്കുക മാത്രമേ ചെയ്യൂ. ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് തന്നെ നിലച്ചു പോവുകയും മറ്റുമില്ല. ഉള്ളിന്റെ ഉള്ളിൽ ഒരു നീറ്റലുണ്ട് എനിക്ക് ഞാൻ ഇത് പറയുമ്പോൾ. അതവൾ എളുപ്പം പിടിച്ചെടുത്തു. അവൾ എന്നെ തന്നെ നോക്കിയിരുന്നു. ഞാൻ തുടർന്നു. 5 വർഷം നീയും നസീമും പ്രണയിച്ചു. പിന്നെ വിവാഹിതരായി. 12 കൊല്ലമായി വൈവാഹിക ജീവിതം നയിക്കുന്നു. ഇത്ര ദീർഘമായ കാലയളവിൽ രണ്ടുപേർ പരസ്പരം വിശ്വസിച്ചും മനസ്സിലാക്കിയും ഒന്നിച്ചുണ്ടാവുക എന്നത് വലിയ കാര്യമാണ്. ഞാൻ ഇത് പറഞ്ഞപ്പോൾ അവൾ ശരിയാണ് എന്ന അർത്ഥത്തിൽ തലയാട്ടി. എല്ലാം നല്ലതിനായിരുന്നു. എനിക്ക് തെല്ലും കുറ്റബോധം തോന്നിയിട്ടില്ല ഇന്നുവരെ. തെറ്റ് പറ്റിയിട്ടില്ലെന്ന ഉത്തമ ബോധ്യമാണ് എന്നെ മുന്നോട്ട് നയിച്ചത്, അവൾ പറഞ്ഞു. തീർച്ചയായും നീയായിരുന്നു ശരി. നിന്റെ തീരുമാനമായിരുന്നു ശരി. കൃത്യസമയത്ത് തീരുമാനമായി എടുക്കുക എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. നീ ആശിച്ചതുപോലെ ഒരു ജീവിതം നിനക്ക് കിട്ടി. എനിക്കൊരിക്കലും നിന്റെ നേട്ടങ്ങളെ പൂരിപ്പിക്കാൻ സാധിക്കില്ലായിരുന്നു. അവൾ എന്റെ തോളിൽ തട്ടി. ഈ സംസാരം നമുക്ക് നിർത്താം. നമ്മൾ എന്തിനാ ഇപ്പോൾ ഇതൊക്കെ പറയുന്നു? പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തിനാണ്, അവൾ ചോദിച്ചു. ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. സംസാരിച്ചു വന്ന വിഷയം തുടരേണ്ടെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഓർമ്മകൾ മനസ്സിൽ ഇരമ്പാൻ തുടങ്ങിയിരുന്നു. ആ പഴയ കാലം, ക്യാമ്പസിൽ നുരഞ്ഞു പൊന്തി നിറഞ്ഞു തുളുമ്പിയ പഴയ കാലം. അത് പൂന്തളിരായും പൂമ്പാറ്റയായും മഴയായും വെയിലായും നിറമായും മണമായും എന്നിൽ ചിറകുവിടർത്തി. ഒരു കുന്നിൻ മുകളിലായിരുന്നു ക്യാമ്പസ്. അടിവാരത്ത് ബസ് ഇറങ്ങി 3 കിലോമീറ്റർ നടക്കണം. വഴിക്ക് ഇരുവശവും കൊച്ചു കൊച്ചു വീടുകളും പീടികകളും റബ്ബർ തോട്ടങ്ങളുമാണ്. കുന്നു കയറി ചെല്ലുന്നത് ഒരു സർക്കാർ LP സ്കൂളിന്റെ മുന്നിലേക്കാണ്. അവിടെ നിന്നും 2 വഴിയായി പിരിയുന്നു. ഇടത്തേക്ക് പോയാൽ പൈനാപ്പിൾ തോട്ടങ്ങൾ, പിന്നീട് ക്യാമ്പസിലേക്ക് എത്താം. വലത്തേക്ക് തിരിഞ്ഞാൽ തോട്ടങ്ങളിൽ പണിയെടുക്കുന്നവരുടെ കോളനിയാണ്. അടിവാരത്ത് ആദ്യം ബസ് ഇറങ്ങിയിരുന്നത് ഞാനാണ്. ഞാൻ എത്തി 10-20 മിനിറ്റ് കഴിഞ്ഞാണ് ജിസ്ന ബസ് ഇറങ്ങുക. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യും. സ്റ്റോപ്പിൽ തന്നെ ഒരു പഴയ ജൗളിക്കടയുണ്ട്. അതിന്റെ തിണ്ണയിലിരിക്കും. സുഹൃത്തുക്കൾ പലരും ബസ് ഇറങ്ങി ക്യാമ്പസിലേക്ക് പോകുന്നുണ്ടാകും. അവർ വിളിച്ചാലൊന്നും കൂടെ ചെല്ലില്ല. അവൾ വന്നാൽ രണ്ടാളും ഒന്നിച്ചു കുന്നു കയറും. സംസാരിച്ച് വിശേഷങ്ങൾ പങ്കുവെച്ചും തമാശകൾ പറഞ്ഞ് ചിരിച്ചുല്ലസിച്ചുമൊക്കെയുള്ള ആ നടത്തം രണ്ടുപേരും നന്നായി ആസ്വദിച്ചിരുന്നു. പൂവിതളുകൾ വീണു കിടക്കുന്ന കോളേജ് മുറ്റത്തിലൂടെ ഞങ്ങൾ ചുറ്റി നടന്നു.
ലൈബ്രറിയിൽ അഭിമുഖമായിരുന്നു കണ്ണുകളിൽ കണ്ണുകൾ കോർത്തു രസിച്ചു. മൗനത്തിൽ ആസ്വദിച്ചറിഞ്ഞു. കോളേജിന് പിന്നിലെ മൈതാനത്തിന്റെ ഗ്യാലറിയിലിരുന്ന് ഞങ്ങൾ കുറുകി. മൈതാനത്തിറങ്ങി ഓട്ടമത്സരം നടത്തി. ഇടയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയി. വൈകുന്നേരങ്ങളിൽ തെളിഞ്ഞൊഴുകുന്ന കടമ്പ്രയാറിന്റെ തീരത്ത് പോയിരുന്നു. ആശകളും നിരാശകളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും പങ്കുവച്ചു. ഞാൻ എഴുതുന്ന കവിതകളുടെ ആദ്യ വായനക്കാരിയായി അവൾ. പുതുതായി ഇറങ്ങുന്ന സിനിമാ ഗാനങ്ങൾ ഡയറിയിൽ കുറിച്ചെടുത്ത് എന്നെ പാടി കേൾപ്പിക്കും അവൾ. ഓരോ ദിവസം കഴിയും തോറും അവളിൽ അഴക് തെളിഞ്ഞു തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. യൗവനം അവളിൽ പൂത്തുലയാൻ തുടങ്ങി. ഞാൻ അവളെ +1 പഠിക്കുമ്പോൾ മുതൽ കാണുന്നതാണ്. ഞാൻ കലാപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ട അന്നത്തെ സ്കൂൾ യുവജനോത്സവത്തിൽ മാപ്പിളപ്പാട്ടിന് എനിക്ക് പിന്നിൽ 2ാം സ്ഥാനത്തായിരുന്നു അവൾ. ആ സ്വരം എനിക്കിഷ്ടമായി, അവളെയും. ഒട്ടും വൈകാതെ ഞങ്ങൾ കമിതാക്കളായി. അന്ന് അവൾ ചെറിയ കുട്ടിയായിരുന്നു. അത്ര ആകർഷണീയതയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ക്യാമ്പസ് കാലമായപ്പോഴേക്കും അവൾ അതിമനോഹരിയായി മാറി. അവളെ ഒന്ന് തൊടണമെന്ന മോഹം എന്നിൽ നാമ്പിട്ടു. ഞാനൊന്ന് തൊടുകയും ചെയ്തു. എന്നാൽ അത് അവൾക്ക് ഇഷ്ടമായില്ല. അവൾക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അവൾ എന്നോട് പിണങ്ങി. അവൾ എന്നിൽ നിന്നും അകലം പാലിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നിന്നെ ഒന്ന് സ്പർശിച്ചത് ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം നീ എനിക്ക് അന്യയല്ല. സമ്മതം ചോദിക്കാൻ നമ്മുടേത് ഒരു ഫോർമലായ ബന്ധവുമല്ല. പക്ഷെ നിനക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. മേലിൽ ഇത് ആവർത്തിക്കില്ലെന്ന് ഉറപ്പു പറയുന്നു. ഒരു കാമുകന്റെ അധികാരം സ്ഥാപിക്കലായോ നിന്നിലെ പെണ്ണിലേക്കുള്ള കടന്നുകയറ്റമായിട്ടോ ഈ സംഭവത്തെ കാണരുത് നീ. ഇതിന്റെ പേരിൽ എന്നിൽ നിന്നും അകലുകയും അരുത്. ഞാൻ യാചിക്കുകയായിരുന്നു. എന്നാൽ അവൾ അടങ്ങിയില്ല. അവൾ എനിക്ക് മാപ്പ് തന്നില്ല. എനിക്ക് മുഖം തന്നില്ല. ഞാൻ എന്നും അവൾക്കരികിലെത്തി സംസാരിച്ചു. അവൾ കേട്ടതായി പോലും ഭാവിച്ചില്ല. വിശേഷങ്ങൾ ചോദിച്ചാൽ മറുപടി ചുരുങ്ങിയ വാക്കുകളിൽ ഒതുക്കും. തിരക്കുണ്ട്, പിന്നീട് കാണാം എന്ന് പറഞ്ഞൊഴിയും. എനിക്ക് വേദന തോന്നാൻ തുടങ്ങി. എന്റെ പ്രതീക്ഷകൾ അസ്തമിക്കാൻ തുടങ്ങി. ഹൃദയത്തിലാണ് മുറിവ്, ആഴത്തിലാണ് മുറിവ്. ഞാൻ ആകെ തകരാൻ തുടങ്ങി. എന്നിലെ കവിതയാകെ വറ്റാൻ തുടങ്ങി. അവൾ ഇനി പഴയ അവളായി എനിക്കരികിൽ ഉണ്ടാവില്ലേ എന്ന ആശങ്ക എന്നിൽ നിഴലിട്ടു. ഞങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ വീണു കഴിഞ്ഞു എന്ന വാർത്ത ക്യാമ്പസിലാകെ കാട്ടുതീ പോലെ പടർന്നു. അതിനു പിന്നാലെയാണ് എന്നെ തേടി പ്രണയാഭ്യർത്ഥനകൾ വരാൻ തുടങ്ങിയത്. പല പെൺകുട്ടികളും അവളുമായുള്ള എന്റെ ബന്ധത്തിന്റെ പേരിൽ ഉള്ളിലൊതുക്കിയ എന്നോടുള്ള ഇഷ്ടം ആ അവസരത്തിൽ തുറന്നു പറയാൻ തുടങ്ങുകയായിരുന്നു. വിരഹ ദുഃഖത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് വീണു പോകുകയായിരുന്ന എനിക്ക് ആ പ്രണയാഭ്യർത്ഥനകൾ വലിയ ആശ്വാസമേകി. ഒരഭ്യർത്ഥനയും ഞാൻ നിരസിച്ചില്ല. ആരെയും നിരാശപ്പെടുത്തിയില്ല. എന്റെ വിരഹം മറക്കാനുള്ള മരുന്നായിരുന്നു എനിക്ക് ആ പ്രണയങ്ങൾ. നിരുപാധികമായ പ്രണയങ്ങൾ. അവൾ വരച്ചതുപോലുള്ള ലക്ഷ്മണരേഖകളും അതിർവരമ്പുകളുമില്ലാത്ത പ്രണയങ്ങൾ. ഏറ്റവും തന്ത്രപരമായ ധാരണകളുടെ അടിസ്ഥാനത്തിലുള്ള പ്രണയങ്ങൾ. അതിന്റെ ലഹരിയിൽ സ്വയം മറക്കുമ്പോഴും അവൾ മടങ്ങി വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആശിച്ചു. എനിക്ക് അവളിൽ നിന്ന് അകലാം. അവളെ എനിക്ക് മറക്കാം. അവളുടെ ഓർമ്മകളെ മറികടക്കാം. എന്നാൽ അത്ര ഹൃദയമില്ലാത്തവനല്ല ഞാൻ. അതുകൊണ്ട് ഇടയ്ക്കിടെ ഞാൻ അവളെ സമീപിക്കും. നിലപാടിൽ മാറ്റമുണ്ടോ എന്ന് ആരായും. ഒരു വൈകുന്നേരം അത്തരം ഒരു സന്ദർഭത്തിൽ അവൾ പറഞ്ഞു, ക്യാമ്പസിൽ എല്ലാവരും നിന്നെ ഇപ്പോൾ കാസനോവ എന്നാണ് വിളിക്കുന്നത്. ഒരേ സമയം നിരവധി പെൺകുട്ടികളുടെ പ്രണയ രാജകുമാരനായി വാഴുകയാണല്ലോ നീ. ആയിക്കോളൂ, നിന്റെ ഉദ്ദേശങ്ങൾ ഭംഗിയായി നടക്കട്ടെ. എന്തായാലും എന്നെ അതിന് കിട്ടില്ല. എനിക്ക് വേണ്ടത് അല്പം കൂടി വിശുദ്ധവും ആഴമുള്ളതുമായ ഒരു ബന്ധമാണ്. ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന നിസ്വാർത്ഥമായ ഒരു ബന്ധം. അത് നിന്നിൽ നിന്നും പ്രതീക്ഷിക്കാനാവില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇനി നീ എന്റെ അരികിൽ വരരുത്. ഞാനും നിന്നെ തേടി വരില്ല. ഇനിയുള്ള കാലം ക്യാമ്പസിൽ നമ്മൾ തമ്മിലറിയാത്ത 2 അപരിചിതർ മാത്രമായിരിക്കും. അത് കേട്ടതും എനിക്ക് കലിയിളകി. ഞാൻ അലറി, ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. എന്നോട് താല്പര്യക്കുറവുണ്ടെങ്കിൽ അത് പറഞ്ഞാ മതി. അല്ലാതെ പ്രണയത്തിന്റെ വിശുദ്ധിയും ബന്ധത്തിന്റെ ആഴവും ഒന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. അല്ലെങ്കിലും അതിനെക്കുറിച്ചൊക്കെ നിനക്കെന്തറിയാം? ദേഹങ്ങൾ തമ്മിലുള്ള അകലം പാലിക്കലാണ് പ്രണയത്തിന്റെ വിശുദ്ധി എന്നാണോ നീ കരുതിയിരിക്കുന്നത്? ദേഹികൾ തമ്മിലുള്ള ഇണക്കത്തിനും ഇഴുകിച്ചേരലിനും അതുമായി ബന്ധമില്ലെന്നാണോ? കവിയാണെടി ഞാൻ. പ്രണയത്തെക്കുറിച്ച് ശൂന്യതയിൽ നിന്നും കവിത സൃഷ്ടിക്കുന്നവൻ. അതിന്റെ ആഴവും പരപ്പും മധുരവും കയ്പും തിരിച്ചറിഞ്ഞവൻ. എന്നോട് വേണ്ട നിന്റെ വേദാന്തം. അടിവാരത്തേക്ക് നടക്കുകയായിരുന്നു ഞങ്ങൾ. അവൾ മുഖം വെട്ടിച്ച് ദേഷ്യത്തോടെ റോഡ് മുറിച്ചു കടന്നു. പിന്നെ അതിലെ വന്ന ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് കയറിപ്പോയി. അതിനുശേഷം അവൾ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. ഒരിക്കൽ പോലും എന്നോടൊന്നും മിണ്ടിയിട്ടില്ല. പോകെ പോകെ ഞാനും അവളെ മനസ്സിൽ നിന്ന് മായ്ക്കാൻ തുടങ്ങി. പെൺകൗമാരത്തിന്റെ സുഗന്ധങ്ങളിലും നിസ്കന്ദികതകളിലും ഞാൻ എല്ലാം മറന്നൊഴുകി. ക്യാമ്പസ് ജീവിതം ഒരു ഉത്സവം എന്ന പോലെ ആടിത്തിമിർത്തു.
അതിനിടയിൽ എപ്പോഴോ അവൾ നസീമുമായി അടുപ്പത്തിലായി. പെട്രോ കെമിക്കൽസിലെ 2ാം വർഷക്കാരനായിരുന്നു നസീം. വിദ്യാർത്ഥി നേതാവായിരുന്നു. ചാറ്റൽ മഴയുള്ള ഒരു വൈകുന്നേരം ഇളം പച്ചക്കുടയ്ക്ക് കീഴെ അതേ നിറത്തിലുള്ള വസ്ത്രങ്ങളും അണിഞ്ഞ് റബ്ബർ തോട്ടത്തിനോരം ചേർന്ന് സല്ലാപത്തിൽ സ്വയം മറന്ന് അവർ നടന്നു പോകുന്നത് ഞാൻ കണ്ടു. അനുരാഗത്തിന്റെ അതിമനോഹരമായ ഒരു കാഴ്ചയായി ഞാൻ അതിനെ വിലയിരുത്തി. മനസ്സുകൊണ്ട് ഞാൻ അവർക്ക് എല്ലാ ഭാവുകങ്ങളും നേർന്നു. ക്യാമ്പസിന് ശേഷം 3 വർഷം കഴിഞ്ഞാണ് പിന്നെ ഞാൻ അവളെ കാണുന്നത്. ഇൻഫോ പാർക്കിലേക്കുള്ള ട്രാൻസ്പോർട്ട് ബസ്സിൽ വെച്ച്. അവൾ എന്നെ ഒറ്റ തവണയേ നോക്കിയുള്ളൂ. മുഖം തിരിച്ചു കളഞ്ഞു. ഞാനും കണ്ട ഭാവം കാട്ടിയില്ല. എന്നാൽ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ നേരം അവൾ എനിക്കടുത്തേക്ക് വന്നു. അടുത്ത വർഷം ആദ്യം ഞാനും നസീമും വിവാഹിതരാകും. അന്നു തൊട്ട് ഞങ്ങൾ പ്രണയിക്കുകയാണ്. ഇനി വിവാഹ ജീവിതത്തിലേക്ക്. പ്രണയത്തിന്റെയും മനുഷ്യബന്ധങ്ങളുടെയും പൊരുൾ നിനക്ക് ഞാൻ ജീവിച്ചു കാണിച്ചു തരാം. നിന്റെ കവിതകളുടെ പ്രണയബിംബങ്ങളുടെ നിരർഹത നിന്നെ ഞാൻ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. എന്റെ കാതിൽ ഒരു മന്ത്രണം പോലെ, എന്നാൽ പതറാത്ത ശബ്ദത്തിൽ പല്ല് ഞെരിച്ചുകൊണ്ട് അവൾ അത് പറഞ്ഞപ്പോൾ ഞാൻ ആകെ വിയർത്തുപോയി. 5 വർഷം മുൻപത്തെ ഞങ്ങളുടെ അവസാന സംഭാഷണത്തിന്റെ തുടർച്ചയെന്നോണമാണ് അവൾ സംസാരിച്ചത്. അണഞ്ഞിട്ടില്ല അവളിലെ കനൽ. തോൽക്കാൻ അവൾക്ക് മനസ്സില്ല. ബസ് ഇറങ്ങി ഉറച്ച കാൽവെപ്പുകളോടെ നടന്നു നീങ്ങുന്ന അവളെ കണ്ണിൽ നിന്നും മറയുന്നത് വരെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. എന്തൊരു കരുത്താണ് അവൾക്ക്! എന്തൊരു നിശ്ചയദാർഢ്യമാണ്! ജീവിതത്തിൽ പതറിപ്പോയ സന്ദർഭങ്ങളിൽ ഒന്നായിരുന്നു എന്നെ സംബന്ധിച്ചത്. ഞാൻ തോറ്റുപോയ ഒരുവനാണെന്ന് കുറച്ചു നേരത്തേക്കെങ്കിലും എനിക്ക് തോന്നിപ്പോയി. 5 വർഷം മുൻപ് അവൾ അകന്നുപോയപ്പോൾ എന്നെ ഗ്രസിക്കാതിരുന്ന തിരസ്കാരത്തിന്റെ നോവ് ആ നിമിഷങ്ങളിൽ എന്നിൽ പടരാൻ തുടങ്ങി. കണ്ണുകളിൽ അശ്രു പൊടിഞ്ഞു. സ്വയം അറിയാതെ ചുണ്ടുകൾ വിതുമ്പി. മനസ്സാകെ കലങ്ങി. ആ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു വന്നത് ഏറെ പണിപ്പെട്ടിട്ടാണ്. അത് കഴിഞ്ഞിട്ട് 12 വർഷം കടന്നുപോയിരിക്കുന്നു. സുദീർഘവും സംഭവബഹുലവുമായ 12 വർഷങ്ങൾ. ഈ കാലയളവിനിടെ ഒരിക്കൽ പോലും അവളെ കാണുകയുണ്ടായില്ല. ഒടുവിൽ ഇന്ന് അപ്രതീക്ഷിതമായി വല്ലാത്തൊരു സാഹചര്യത്തിൽ അവളെ കണ്ടുമുട്ടുകയും ചെയ്തു. ഭാര്യയെ പിക്ക് ചെയ്യാൻ ആശുപത്രിയിലെത്തിയ ഞാൻ കാഷ്വാലിറ്റി പരിസരത്ത് വലിയ ബഹളം കേട്ട് ചെന്ന് നോക്കിയതാണ്. ആക്സിഡന്റ് കേസാണെന്ന് മനസ്സിലായി. സ്ട്രക്ചറിൽ രക്തത്തിൽ കുളിച്ചൊരാൾ കിടക്കുന്നു. ജീവന് വേണ്ടി പിടയുന്നു. ഞാൻ കണ്ണുമാറ്റി. ഭീകരമായ കാഴ്ചയാണ്. പെട്ടെന്ന് തന്നെയാണ് ആൾക്കൂട്ടത്തിൽ ഞാൻ അവളെ കണ്ടത്. 12 വർഷം അവളിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. അവൾ കരയുകയായിരുന്നു. ഞാൻ അവൾക്കടുത്തേക്ക് ചെന്നു. ഒറ്റ നോട്ടത്തിൽ അവൾ എന്നെയും തിരിച്ചറിഞ്ഞു. ഞാൻ അത് പ്രതീക്ഷിച്ചതല്ല. കാരണം ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്. എന്റെ രൂപം, വസ്ത്രധാരണ രീതി, അങ്ങനെ മാറ്റങ്ങൾ ഒരുപാടുണ്ട്. എന്നെ കണ്ടപ്പോൾ അവൾ ഒന്ന് അമ്പരന്നതായി തോന്നി. നസീം, സ്ട്രക്ചറിലേക്ക് ചൂണ്ടി നിസ്സഹായതയോടെ അവൾ പറഞ്ഞു. മറ്റൊന്നും പറയാൻ അവൾക്കാകുന്നുണ്ടായിരുന്നില്ല. ഏങ്ങലടിച്ച് കരയുകയായിരുന്നു. വെയിറ്റിംഗ് റൂമിലെ ടിവിയിൽ ആരോ ചാനൽ മാറ്റി. കോഹ്ലിയുടെ മുഖം സ്ക്രീനിൽ തെളിഞ്ഞു. ഇന്ത്യ ഇംഗ്ലണ്ട് ടൂർണമെന്റ് ആണ്. ആദ്യ ഏകദിനം. കോഹ്ലി 1 ഡൗൺ ആയി ഇറങ്ങിയിരിക്കുന്നു. നസീമിന്റെ ബൈസ്റ്റാൻഡർ അല്ലേ? ഇതും ചോദിച്ച ഒരു നേഴ്സ് അവിടേക്ക് വന്നു. അതെ. തലയാട്ടിക്കൊണ്ട് അവൾ എഴുന്നേറ്റു. ആകാംക്ഷയോടെ അവൾ നേഴ്സിനെ നോക്കി. ഞാനും എഴുന്നേറ്റു. എന്നിലും ഒരു പിരിമുറുക്കം അരിച്ചു കയറി. അത്യാവശ്യമായി ബ്ലഡ് വേണം. AB നെഗറ്റീവ് ആണല്ലോ നസീമിന്റേത്. റെയർ ഗ്രൂപ്പാണ്. പക്ഷെ അറേഞ്ച് ചെയ്തേ പറ്റൂ. എത്രയും വേഗം, നേഴ്സ് ഗൗരവത്തോടെ പറഞ്ഞു. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കെ ചിരിയോടെ കൊഞ്ചലോടെ നേഴ്സ് എന്നോട് ചോദിച്ചു. ഡോക്ടർ നജ്മയുടെ ഹസ്ബൻഡ് അല്ലേ? അതെ, ഞാൻ ചെറു ചിരിയോടെ പറഞ്ഞു. മാഡം ക്യാരിയിങ് ആണെന്ന് അറിഞ്ഞു. കൺഗ്രാറ്റ്സ്. നേഴ്സ് കണ്ണിറുക്കി ചിരിച്ചു. താങ്ക്സ്. നിങ്ങൾ തമ്മിൽ അറിയുമോ? ഞങ്ങളെ രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് നേഴ്സ് ചോദിച്ചു. ഞങ്ങൾ പഴയ പരിചയക്കാരാണ്, ഞാൻ പറയാനൊരുങ്ങി. എന്നാൽ അവൾ പറഞ്ഞു. ഞങ്ങൾ കോളേജ് മേറ്റ്സ് ആണ്. കുറെ കാലമായി കൂടിയാണ് കണ്ടത്. ശരി, എങ്കിൽ ഞാൻ ചെല്ലട്ടെ. നേഴ്സ് അവിടെ വിട്ടു. ഞാൻ ജിസ്നയ്ക്ക് നേരെ തിരിഞ്ഞു പറഞ്ഞു. നീ വിഷമിക്കേണ്ട. എന്റെ ബ്ലഡ് ഗ്രൂപ്പും AB നെഗറ്റീവ് ആണ്. നസീമിന് ഞാൻ ബ്ലഡ് നൽകാം. അവളുടെ കണ്ണുകൾ വിടരുന്നത് ഞാൻ കണ്ടു. അവളുടെ മുഖം പ്രകാശിക്കുന്നത് ഞാൻ കണ്ടു. അവൾ എന്നെ സ്നേഹത്തോടെ നോക്കി പുഞ്ചിരിച്ചു. ഞാനൊരു തേങ്ങലോടെ കസേരയിലേക്ക് ഇരുന്നു. 17 വർഷങ്ങൾക്ക് ശേഷം അവളുടെ സ്നേഹമോലുന്ന നോക്കും ചിരിയും ഒക്കെ എനിക്ക് ലഭിക്കുന്നത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്നതാണ്. എന്നാൽ അവൾ എനിക്കടുത്ത് വന്നിരുന്നു. എന്റെ കണ്ണുകൾ തുടച്ചു. പിന്നെ പറഞ്ഞു. മനസ്സിലാക്കാതെ പോയി നിന്നെ ഞാൻ. അവളുടെ സ്വരം ഇടറി. മനസ്സിലുണ്ടായ ഒരു തരം നീറ്റൽ. അത് പെട്ടെന്നൊന്നും മാറുമെന്ന് തോന്നിയില്ല. ഞങ്ങൾ ബ്ലഡ് എടുക്കുന്നിടത്തേക്ക് നടന്നു. അപ്പോൾ കല്യാണമൊക്കെ കഴിച്ചു അല്ലേ? അതും ഒരു ഡോക്ടറെ? അല്പനേരത്തെ മൗനത്തിനു ശേഷം അവൾ പ്രതിസന്ധികൾക്കും അനിശ്ചിതത്വങ്ങൾക്കും സങ്കടങ്ങൾക്കുമൊക്കെ നടുവിലാണെങ്കിലും കാര്യങ്ങൾ അറിയാനുള്ള സ്ത്രീ സഹജമായ ജിജ്ഞാസയും ത്വരയും കൗതുകവും ഒക്കെ അവളിൽ ഉണർന്നു. അതെ, നജ്മ.
ഗൈനക്കോളജിസ്റ്റ് ആണ്. ഞാൻ നജ്മയെ പിക്ക് ചെയ്യാൻ വന്നതാണ്. അപ്പോഴാണ് ഒരു അർജന്റ് സർജറിക്കായി അവൾക്ക് തിയേറ്ററിലേക്ക് പോകേണ്ടി വന്നത്. പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞത് കൊണ്ട് വെയിറ്റ് ചെയ്യാമെന്ന് കരുതി. ഞാൻ പറഞ്ഞു. കല്യാണം എന്ന കൺസെപ്റ്റിലൊക്കെ വിശ്വാസം വന്നത് എന്നാണ്? അവൾ ചോദിച്ചു. കുറെ വൈകി. 30 വയസ്സായി. പിള്ളേര് കളി നിർത്തിയപ്പോൾ, ഞാൻ പറഞ്ഞു. ഫോർമാലിറ്റീസ് പൂർത്തിയാക്കി ബെഡിൽ കിടന്നപ്പോൾ ക്യാമ്പസിലെ പഴയ ഒരു ചോരക്കളിയായിരുന്നു എന്റെ മനസ്സിൽ. തീർച്ചയായും പുറത്തു കാത്തുനിന്ന് അവളുടെ മനസ്സിലൂടെ കടന്നുപോയതും ആ പഴയ സംഭവമായിരിക്കും. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ. ജയസാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നത് എനിക്കാണ്. കവിയും കാമുകനുമൊക്കെയായി ക്യാമ്പസിൽ നിറഞ്ഞു നിന്ന എനിക്ക് എല്ലാ വിഭാഗം വിദ്യാർത്ഥികളുടെയും പിന്തുണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എതിർചേരിയിൽപ്പെട്ടവർ അസ്വസ്ഥരായിരുന്നു. അവരുടെ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു നസീം. തിരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പാണ് മീറ്റ് ദ കാൻഡിഡേറ്റ് നടന്നത്. പ്രസംഗത്തിനിടെ ഞാൻ എതിർപക്ഷത്തെ കടന്നാക്രമിച്ചു. നിശിത വിമർശനത്തിൽ പ്രകോപിതരായ അവർ വലിയൊരു സംഘർഷത്തിലേക്ക് ക്യാമ്പസിനെ തള്ളിവിട്ടു. ശാരീരിക ക്ഷമയുള്ള നസീമായിരുന്നു അവരുടെ പക്ഷത്തെ അടിപിടി കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ നസീമിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം എനിക്ക് നേരെ പാഞ്ഞെടുത്തു. വേദിയിലേക്ക് കയറി വന്ന് നസീം എന്നെ ചവിട്ടി വീഴ്ത്തി. എന്റെ കൂടെയുള്ളവരുടെ പ്രതിരോധം ഭേദിച്ചുകൊണ്ട് അവൻ കുറുവടി കൊണ്ട് എന്നെ അടിച്ചു ചോരയൊഴുക്കി. സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെ ഞാൻ ഒരു വിധം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. കൈയിലും തലയിലും ആഴത്തിൽ മുറിവേറ്റിയിരുന്നു. അന്ന് എന്റെ ചോര വീഴ്ത്തിയ ആൾക്കാണ് ഇന്ന് ഞാൻ ചോര നൽകുന്നത്. എന്തൊക്കെയാണ് കാലം ഓരോരുത്തർക്കായി കാത്തുവെക്കുന്നത്. ചോര നൽകി തിരിഞ്ഞിറങ്ങിയപ്പോൾ പഴവർഗ്ഗങ്ങളും പാനീയങ്ങളുമായി അവൾ എനിക്കരികിലെത്തി. എന്തിനാണ് ഇതൊക്കെ വാങ്ങിയത്? കുറച്ച് രക്തം കൊടുക്കുമ്പോഴേക്കും തല കറങ്ങിപ്പോകുന്ന ആളൊന്നുമല്ല ഞാൻ. എനിക്കിങ്ങനെ പറയാനാണ് തോന്നിയത്. അവൾ മനോഹരമായി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു. നീ ഇത് കഴിക്ക്. കവികളുടെ ഭാഷയിൽ പറയാം, ഇത് എന്റെ സ്നേഹമാണ്. നിന്നോടുള്ള ആദരവും ബഹുമാനവുമാണ്. മനസ്സിലാകപ്പെടാതെ പോകുന്ന നിന്നോടുള്ള ആരാധനയാണ്. എന്റെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ കൈകൾ ഞാൻ എന്റെ കൈക്കുമ്പിളിലാക്കി. ഈ പറഞ്ഞതൊന്നും വെറും വാക്കല്ലല്ലോ. എന്റെ സ്വരം പതറി. നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ? വെറും വാക്ക് പറയുന്നവളല്ല ഞാനെന്ന് മറ്റാരേക്കാൾ നിനക്കറിയാം. അവൾ എന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. പെട്ടെന്ന് എന്റെ മൊബൈൽ ശബ്ദിച്ചു. നജ്മയാണ് വിളിച്ചത്. സർജറി കഴിഞ്ഞു, നമുക്ക് പോകാം. ഞാൻ പാർക്കിങ്ങിലേക്ക് വരാം. അവൾ പറഞ്ഞു. ശരി. ഞാൻ ഫോൺ വെച്ചു. വൈഫായിരിക്കും അല്ലേ? ജിസ്ന ചോദിച്ചു. അതെ. സർജറി കഴിഞ്ഞു. നീ എനിക്കൊപ്പം വരൂ. ഞാൻ അവളെ നിനക്ക് പരിചയപ്പെടുത്താം. ഞാൻ ഇത് പറഞ്ഞപ്പോൾ അവൾ വേണ്ട എന്ന അർത്ഥത്തിൽ തലയാട്ടി. മറ്റൊരിക്കലാവാം, അവൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ ചുഴിഞ്ഞു ചോദിച്ചതുമില്ല. അവളോട് യാത്ര ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു. നസീം കണ്ണു തുറക്കുമ്പോൾ നീ അവനോട് പറയണം, എന്നെ കണ്ട കാര്യവും ഞാൻ അവന് ബ്ലഡ് നൽകിയ കാര്യവും ഒക്കെ. പഴയ കാര്യങ്ങളെല്ലാം ഞാൻ വിട്ടു എന്ന് പറയണം. ഞങ്ങൾക്കിനി ഏതായാലും പരസ്പരം വിരോധം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ഇപ്പോൾ രക്തബന്ധുക്കളല്ലേ? വല്ലാത്തൊരു വികാരത്തോടെ, ഒരു വിതുമ്പലോടെ അവൾ എന്നെ പുണർന്നു. നഗരമധ്യത്തിലെ ആ ഹോസ്പിറ്റലിൽ അരണ്ട വെളിച്ചമുള്ള ഇടനാഴിയിൽ അസാധാരണവും അവിശ്വസനീയവുമായ കണ്ടുമുട്ടലിന്റെ അനുഗ്രഹത്തിൽ ഞങ്ങൾ സ്വയം മറന്നു നിന്നു. ഞങ്ങളെ കടന്നുപോയ 17 വർഷങ്ങൾ ഞങ്ങൾക്കു ചുറ്റും മരവിച്ചു നിന്നു.